പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ പുഷ്പക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പുഷ്പക്കണ്ടത്ത് നിന്ന് ഒരു ഏലത്തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലുള്ള നമ്മുടെ ഒരു സഹോദരൻ, അതായത് നമ്മുടെ ഇവിടെ സ്വന്തമായിട്ട് എത്ര 5 ഏക്കറുണ്ട്. അപ്പം ഇപ്പം ഇതിനെ ഇപ്പം ഇത് റൂട്ടിൽ തന്നെ 5 ഏക്കർ മെയിൻ റോഡ് വരെ. അപ്പോൾ പുഷ്പക്കണ്ടത്ത് ഞാൻ നമ്മുടെ മുസ്ലിം പള്ളി കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയിട്ട് ഏത് സ്ഥലത്തേക്ക് വരുന്നതാണ്? പുഷ്പക്കണ്ടം തന്നെ. അപ്പോൾ ഇവിടെ എല്ലാം മൊത്തം നിറയെ ഏലച്ചെടിയാണ് കണ്ടോ. ഏലച്ചെടി നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാകും. ഏലച്ചെടി നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ വളർത്തിയെങ്കിൽ മാത്രമേ അതിന് ആദായം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ആദ്യത്തെ ഫസ്റ്റ് ഏലത്തൈ നട്ട് കഴിഞ്ഞ എന്താ ചൊല്ലാമോ? ஏலத்தை போடும்போது ஒரு 2 தட்டை மட்டும் வைக்கணும். இங்க ரொம்ப தட்டை 2 தட்டை. ஓகே. പിന്നെ ഒരു വെള്ളത്തില് ഒരു 50 സിമ്പ് കാണും. 50 സിമ്പ് வருமானம் வந்துடும் நம்மளுக்கு. காய் எடுக்கக்கூடிய வருமானம் ஃபர்ஸ்ட் ஒரு வருஷத்துலயே வந்துடும். ഒരു വർഷത്തിലേക്ക് വരും. ஆனா அளவா குறைச்சு வரும். പിന്നെ 2ാം വർഷം 3ാം വർഷം നല്ല വരുമാനം. ഇതൊക്കെ നമുക്ക് കായ് എടുക്കുന്നത് എത്ര ദിവസം എടുത്തത്? 60 ദിവസം. ഇപ്പൊ എടുത്തோம்னா 60 ദിവസം വിട്ടിരുന്നു. 60 ദിവസം കழிச்சு நம்ம எடுத்தோம்னா கரெக்டா இருக்கும். കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല, ഈ ഒരു നമുക്ക് ഇപ്പൊ കായ്ക്ക് എന്നാ വിലയാണ്? ഇപ്പൊ இன்னைக்கு 2850. നല്ല കായ്ക്ക്. നല്ല കായ്ക്ക് സാധാരണ കായ് 850. നല്ല കായ്ക്ക് 3000 രൂപ മേൽ இருக்கு. 3000 രൂപ മേലെ. ഇപ്പൊ നിറയെ നമുക്ക് ഇവിടെ ഇടത്തിൽ കായ് ഇരിക്കാ. അല്ല ഇപ്പൊ ഈ ക്ലൈമറ്റിൽ ഈ ടൈം കായ് ആർക്കും ഇരിക്കാതെ ഒരു ചില പേർക്ക് ഉണ്ട്. മറ്റത് പോലെ ഇതുപോലെ ആവും അല്ലേ? ഇതുപോലെ കുറച്ച് പേർക്കുണ്ട്. ഞാൻ ഇപ്പൊ വന്ന ഒരു സ്ഥലത്ത് എല്ലാവർക്കും ഇല്ല. അപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഏലകൃഷി വ്യാപിക്കുന്നവര് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം ഈ ടൈം ഏലം പിന്നെ കായ് എടുക്കാൻ പറ്റത്തില്ലാത്ത എടുക്കാൻ കായ് ഇല്ലാത്ത സമയമാണ് കേട്ടോ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നാട്ടിൽ എവിടെ താമസിക്കുന്നത്? കൂടല്ലൂർ. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? 7 വർഷമായി. ഇവിടെ താമസിക്കുക. പണി എടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും. പണി കളഞ്ഞാ ഊருக்கு പോക. പിന്നെ ഒരു 3 ദിവസം 4 ദിവസം കழிச்சு കൂട്ടത്തിലെ വേറെ ആൾക്കാർ இருக்கா? இருக்கு. மக இருக்கு. பண்ணை வச்சிருக்கு. பால் பண்ணை. 15 மாடு இருக்கு. பால் மாடு. அது അവിടെ பக்கத்துல கூடலூர்ல 15 மாடு இருக்கு. கும்பிளி சுசைட்ல பால் கொண்டு போய் மகன் ஊத்துது. மகன் சர்வீஸ்மேன். ஓகே. இவர் 2 பேரு. பெரிய மகன் சர்வீஸ்மேன் தான். பட்டாளக்காரர். ஆமா, அவருக்கு பண்ணை வச்சு கொடுத்துருக்கு. 10 ஒரு 6 ஏக்கர்ல தோப்பு இருக்கு. தென்னன் தோப்பு. அது தாளை புல்லு போட்டுருக்கு. நம்ம எத்தனை மக்கள் இருக்கு? 2 மக்கள். பெண் மக்கள் இல்ல, ആമ്പിള്ളേര്. ഓക്കെ. 2 പേര് ആർമി. ഓക്കെ. ഇപ്പൊ ഇടുക്കിയിൽ ഈ നമ്മുടെ പുഷ്പക്കണ്ടത്ത് വന്നിട്ട് എത്ര വർഷമായി? 7 വർഷം. 7 വർഷം. പൈസ ഒക്കെ കുഴപ്പമില്ലോ? நல்லா இருக்கு. அதான் வேண்டது. കാരണം കഷ്ടപ്പെട്ടാൽ നല്ല പൈസ ഉണ്ടാകും. കഷ്ടപ്പെടും. നമ്മ കൂട്ടത്തില് നിൽക്കും. ഓക്കെ. ഇപ്പൊ പേരൊന്നുകൂടെ വെച്ചിട്ടിരിക്കെ? മുരുകേശൻ. അപ്പൊ കൂടല്ലൂർ താമസിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക്, അതായത് കഷ്ടപ്പെട്ടെങ്കിൽ പൈസ ഉണ്ടാകും. കൂട്ടത്തിക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മൾ ചെയ്യണം. ഇന്നിപ്പോ വെള്ളം അടിക്കുക ദിവസം അല്ലേ? ഓക്കെ. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് കഷ്ടപ്പെടുന്നവരുണ്ട്. ഇതുപോലെ തന്നെ ഇവിടുന്ന് പോയി അവിടെ കഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാവരും സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിലൊക്കെ വീണ്ടും കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ. താങ്ക് യു.